വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് എസി ക്രിയേറ്റീവ് ഡിസൈൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ഫോട്ടോഗ്രാഫി ട്യൂട്ടോറിയൽ വീഡിയോ ആണ്. അപ്പോൾ ഇനി മുന്നോട്ടുള്ള സമയത്ത് ഈ ചാനലിൽ ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി, എഡിറ്റിംഗ് പറ്റിയുള്ള വീഡിയോസുകളൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ട്യൂട്ടോറിയലായിട്ട്. അപ്പോൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് തന്ന ബെല്ലൈക്കൻ എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഓക്കെ, വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്തില്ലെങ്കിൽ ഫോളോ ചെയ്യുക. ഫോട്ടോസും വീഡിയോസും എഡിറ്റിംഗ് പറ്റിയിട്ടുള്ള ഫോട്ടോയും വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ഫോളോ ചെയ്തില്ലെങ്കിൽ ഫോളോ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഫോട്ടോ ഇതാണ്. അപ്പോൾ വെക്ടർ ടൈപ്പിലുള്ള PNG ഫോട്ടോ എങ്ങനെ ബ്ലെൻഡ് ചെയ്ത് ഇതേപോലെ ആക്കാമെന്നതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അതിന് നിങ്ങൾ ആദ്യം നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യുക. നിങ്ങളുടെ ക്യാമറ ആണെങ്കിൽ ക്യാമറയിൽ ചെയ്യുക, ഇല്ലെങ്കിൽ പോർട്രേറ്റ് മോഡിൽ മൊബൈലിൽ ഫോട്ടോ എടുക്കാം. അപ്പോൾ നമ്മൾ ഫോട്ടോ എടുത്തതിന് ശേഷം ഈ കാണുന്ന ഫോട്ടോ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ പിക്സാർട്ടിലേക്ക് ഇമ്പോർട്ട് ചെയ്യാം. ഇപ്പോൾ ശേഷം ഇതിൻ്റെ ഫോട്ടോയിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടില്ല, ഈ വീഡിയോയുടെ അവസാനം കൊടുത്തതാണ്. നിങ്ങളത് സ്ക്രീൻഷോട്ട് ചെയ്ത് എടുക്കുന്നതാണ്. ഓക്കെ, പിക്സാർട്ടിൽ ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം ആഡ് എന്ന ഫോട്ടോ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളവിടെ വെക്ടർ ടൈപ്പിലുള്ള PNG ഫോട്ടോ നിങ്ങൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ക്യാമറ ഫോട്ടോ എടുക്കുന്ന വെക്ടർ ഫോട്ടോ ആണ് ഞാനിവിടെ ആഡ് ചെയ്യാൻ പോകുന്നത്. ആഡ് ചെയ്തതിനു ശേഷം അവിടെ ഇഫക്റ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് അതിൽ കളർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ഞാനൊരു ഓൾറെഡി ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ നെഗറ്റീവ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത ശേഷം അവിടെ നേരെ ടിക്ക് മാർക്ക് കൊടുക്കാം. കുറച്ച് ശേഷം സ്ക്രോൾ ഡൗൺ ചെയ്ത ശേഷം നിങ്ങൾക്ക് അവിടെ ബ്ലെൻഡ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും, അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം സ്ക്രീൻ എന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് അത് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങളുടെ ഫോട്ടോത്തിന് ഒരു കറക്റ്റായിട്ടുള്ള ഒരു രീതിയിൽ വെക്കുക. വെച്ചതിന് ശേഷം അവിടെ ഇറേസ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും, അതിൽ നിങ്ങൾ ഇറേസ് സെലക്ട് ചെയ്ത് ഒപ്പാസിറ്റിയും അതിൻ്റെ ഹാർഡ്നെസ്സും കുറച്ച് ശേഷം അവിടെ സൂം ചെയ്ത് അതിൻ്റെ ഡൗൺ ഭാഗത്ത് നിങ്ങൾ അതേപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. അതായത് ഒരു ഗ്രൗണ്ട് ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഫോട്ടോ കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ ഇതിനെ സേവ് ചെയ്ത് നിങ്ങളിത് ഫോട്ടോഷോപ്പിലോ അല്ലെങ്കിൽ ലൈറ്റ് റൂം എന്നോ ഇതിലോ അല്ലെങ്കിൽ ഏതെങ്കിലും വെബ്സൈറ്റിലോ നിങ്ങൾ എഡിറ്റൊക്കെ ചെയ്തതിന് ശേഷം ഈ ഫോട്ടോയുടെ ഒരു കളർ ഗ്രേഡിംഗ് ഒക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഫോട്ടോ ഇതും അടുത്തതായി നമ്മളൊരു ഫോട്ടോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ വീഡിയോ ചെയ്തില്ല, ഇതേപോലെയാണ് അതും ക്രിയേറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ വേറെ ബാക്ക്ഗ്രൗണ്ടൊക്കെ സെലക്ട് ചെയ്യാവുന്ന. അപ്പോൾ ഇത് നിങ്ങൾ സ്ക്രീൻഷോട്ട് ചെയ്ത് നിങ്ങളുടെ മൊബൈലിൽ അത് ബ്ലെൻഡ് എന്നൊരു ഓപ്ഷൻ കൊടുത്താൽ മതി. ഇതാണ് ഞാൻ യൂസ് ചെയ്ത ഇമേജ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.